ജീവിതത്തിൽ പലതവണ ശ്രീനഗറിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ കാറിലോ ഫ്ലൈറ്റിലോ ഒക്കെയാണ്. ദീർഘകാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ട്രെയിനിൽ ശ്രീനഗറിലേക്ക് വരിക എന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇന്ന് എൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. ട്രെയിനിൽ ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു, അതും വന്ദേ ഭാരത് എക്സ്പ്രസിൽ. ഖത്രയിലെ ശ്രീമാത വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര തിരിക്കുന്നത്. ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തിവിട്ടിരുന്നത്. ശ്രീനഗറിലേക്കുള്ള ആദ്യ ട്രെയിൻ യാത്രയുടെ ആകാംക്ഷ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. കൃത്യം 8:10 ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഖത്രയിൽ നിന്ന് യാത്ര തിരിച്ചു. ഖത്ര മുതൽ ബെനിഹാൽ വരെയുള്ള 111 കിലോമീറ്ററിൽ 97.42 കിലോമീറ്ററും ടണലുകളിലൂടെയോ പാലങ്ങളിലൂടെയോ ആണ് കടന്നു പോകുന്നത്. ഖത്രയിൽ നിന്ന് യാത്ര തിരിച്ച് 5 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ തുരങ്കമായ T-33 വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവേശിച്ചു. ഖത്ര ശ്രീനഗർ റെയിൽപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആദ്യ 4 റെയിൽവേ തുരങ്കങ്ങളിലൂടെ മിനിറ്റുകളുടെ ഇടവേളകളിൽ സഞ്ചരിക്കാം. തുരങ്കങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലേക്കുള്ള യാത്രയ്ക്കിടെ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വന്ദേ ഭാരത് ഒരു കേബിൾ റെയിൽ പാലത്തിൽ പ്രവേശിച്ചു. ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽ പാലമായ ആഞ്ചി ഖണ്ഡ് പാലമായിരുന്നു അത്. കേബിൾ റെയിൽ പാലത്തിലൂടെയുള്ള ആദ്യ യാത്ര ആസ്വദിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ വന്ദേ ഭാരത് അടുത്ത ടണലിലേക്ക് പ്രവേശിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റിയാസി ജില്ലയിലെ കൗരി ബക്കൽ ഗ്രാമങ്ങൾക്കിടയിൽ ചെനാബ് നദിക്ക് കുറുകെയുള്ള ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലത്തിലൂടെ ഞങ്ങളുടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ചെനാബ് നദീതടത്തിൽ നിന്നും 359 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം. ഈഫൽ ടവറിനേക്കാളും 35 മീറ്റർ ഉയരത്തിലും. കശ്മീരിലേക്കല്ലേ യാത്ര, അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണോ എന്ന സംശയമുള്ളവർ കാണും. എങ്കിൽ ഇതുകൂടി കണ്ടോളൂ. സ്പെഷ്യൽ ഓപ്പറേഷനുകളിൽ പരിശീലനം ലഭിച്ച ഫോറസ്റ്റ് കമാൻഡോകളുടെ സുരക്ഷയിലാണ് ഈ യാത്ര. Right now we are traveling to Kashmir via train Vande Bharat, and with me Mr. Gopalan from Kerala, Thiruvananthapuram, and we are highly grateful to all the passengers traveling to Kashmir. This is the historical project connecting Kashmir to Kanyakumari. -20°C താപനിലയിൽ വരെ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സർവീസ് നടത്താനാകും. തണുപ്പ് കാലത്ത് ട്രെയിനിലെ ടോയ്ലറ്റുകളിൽ വെള്ളം കട്ട പിടിക്കാതിരിക്കാനും ചൂടുവെള്ളം ലഭിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ശ്രീനഗറിൽ നിന്ന് ഇന്ത്യയിലെ ഈ ഖത്ര ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ നേരിട്ട് ട്രെയിൻ സർവീസ് ഇല്ല. വളരെ വൈകാതെ തന്നെ നമ്മുടെ കന്യാകുമാരിയും തിരുവനന്തപുരത്തും കൊച്ചിക്കും കോഴിക്കോട്ടേക്കുമൊക്കെ ഈ ശ്രീനഗറിൽ നിന്ന് നേരിട്ട് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീനഗർ ഖത്ര വന്ദേ ഭാരതിൽ നിന്ന് ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.